ഞാനും മറ്റൊരാളും തമ്മിൽ വ്യവഹാരത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സാധാരണയാണ്, മനുഷ്യന്മാരാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും, എല്ലാ ജന്തുക്കൾക്കും പ്രശ്നം ഉണ്ടാവും, മനുഷ്യന്മാർക്ക് മാത്രമല്ല. തുടർന്ന് ഞാൻ അയാളെ നേരിട്ട് ചീത്ത പറയാതെ അയാളെ പറ്റിയുള്ള ചിന്ത വരുമ്പോൾ മനസ്സിൽ ചീത്ത പറഞ്ഞാൽ അതിനേക്കാൾ എത്ര നല്ലതാ നേരിട്ട് പറഞ്ഞാൽ. മറ്റത് നമ്മളിങ്ങനെ ദിവസം തോറും ഉരുകല്ലേ ചെയ്യുക. നേരിട്ടാണ്ട് പറയുക, എന്നിട്ട് സഹോദര ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞതാ, ദേഷ്യം തീർന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു രണ്ടാക്കും. നേരെ മറിച്ച് മനസ്സ് പറഞ്ഞോട്ട് തീരുകയില്ല, ഇതുള്ള കാലം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണ്ടി വരും. ചീത്ത പറഞ്ഞാൽ അത് രണ്ടുപേരെയും എങ്ങനെയാണ് ബാധിക്കുക? ആദ്യത്തതിൽ ഞാൻ പുറമെ തന്നെ വഴക്ക് പറയുന്നു അയാളെ, ഇതാണ് ഒന്നാമത്തെ സാധ്യത. അപ്പം എനിക്കൊരു സമാധാനമായി, പറഞ്ഞല്ലോ എന്നുള്ളത്. അയാൾക്കൊരു വിഷമായി, അയ്യോ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ അത് കഴിഞ്ഞ് ഒന്ന് കെട്ടിപ്പിടിച്ച്, നീ ഇന്നത് ചെയ്തുകൊണ്ട് നിന്നോട് എനിക്ക് വല്ലാതെ ദേഷ്യം വന്നതാ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാൽ അയാൾക്കും തീർന്നു, എനിക്കും തീർന്നു. അല്ലേന്ന് ആലോചിച്ച് നോക്കുക. നേരെ മറിച്ച് അയാളോട് പറയാതെ നമ്മൾ മനസ്സ് കൊണ്ടു നടക്കുക. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. അപ്പം നമുക്ക് അയാളുടെ ദേഷ്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും അയാൾക്ക് നമ്മളെ മുഖഭാവം കൊണ്ട് മനസ്സിലാവും. അപ്പം അയാൾക്ക് ബുദ്ധിമുട്ടായി, വിഷമായി. എന്താ അയാളുടെ ബുദ്ധിമുട്ട്? ചോദിക്കാൻ മടി. ഈ വിഷമം അയാൾക്കും തിരിച്ചറിയും, അയാൾക്ക് വിഷമായി. നമുക്കോ നമ്മളുള്ളിൽ നിന്ന് ഇത് കിടന്ന് നീറുക. അപ്പോൾ കൂടുതൽ ഉപദ്രവം പുറത്ത് പറയാതിരിക്കുന്നതാണ്. അതുകൊണ്ട് പുറത്ത് പറയുക, അതാണ് നല്ലത്. ഇനി ചിലരോടൊക്കെ പറഞ്ഞാൽ അപകടമാവും, അവരോട് പറയാതിരിക്കുക. അപ്പം നമ്മൾ ഉള്ളിലത്തെ ദേഷ്യം തീരാനോ എന്തെങ്കിലും ഒരു ഉപായം അവനവൻ കണ്ടുപിടിക്കുക, നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഈ കോലം കത്തിക്കലൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. പാകിസ്ഥാനിൽ കുറച്ച് ആൾക്കാർ കൂടിയിട്ടൊരു കോലം, ട്രംപിൻ്റെ കോലം ഉണ്ടാക്കിയിട്ട് കത്തിക്കുകയാണ്. അവർക്ക് സന്തോഷം, സമാധാനമായി, സന്തോഷമായി, ഞങ്ങൾ ട്രംപിനെ കത്തിച്ചു. അതുപോലെ രഹസ്യമായിട്ട് അവനവൻ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ നല്ലതാണ്. അത് സ്വന്തം ദേഹത്തെ പീഡിപ്പിക്കുന്നതാവണ്ട, അല്ലാത്ത എന്തെങ്കിലും ഒരു പ്രയോഗം. അത് ഒന്ന് നമ്മൾ ഈ സംഘർഷം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉതകുന്നത്. അതിന് ചെറിയൊരു ഒരു 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 സാധനം എന്തെങ്കിലും ഒന്ന് വെക്കുക, ഒരു തുണിക്കഷ്ണോ എന്തെങ്കിലും ഒന്ന് വെക്കുക, എന്നിട്ട് കീറിക്കളയുക. അല്ലെങ്കിൽ കടലാസൊക്കെ എന്താ ഉപയോഗിച്ച് കഴിഞ്ഞ വേസ്റ്റ് കടലാസ് കുറേ കൂട്ടി വെച്ചാൽ മതി. നല്ല കടലാസ് കീറിക്കളയരുത്, എന്നിട്ട് വേസ്റ്റ് കടലാസ് കീറിക്കളയുക. അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സംഘർഷം റിലീസ് ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടി. ഇതൊന്നും ആവശ്യമില്ല നല്ലോണം നാമം ജപിച്ചാൽ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നാമം ജപിച്ചാൽ. നല്ലോണം ജപിക്കുക, അപ്പം നല്ല വിവേകം കിട്ടും. ഞാൻ എന്തിനാ അവനോട് ദേഷ്യം പിടിച്ചത്? പാവം, അയാളുടെ വൃത്തിയല്ലേ ചെയ്തത്. അയാളുടെ വൃത്തി, ഞാൻ എൻ്റെ വൃത്തിക്കനുസരിച്ച് ജീവിക്കണോ, അയാളുടെ വൃത്തിക്കനുസരിച്ച് ജീവിക്കണോ എന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രശ്നം അയാളോടില്ല. അയാൾക്കെന്നെ അത്ഭുതമാവും, ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് ഇയാൾക്കൊരു പ്രശ്നമില്ലല്ലോ. എന്ത് പ്രശ്നം ഉണ്ടാവാനാ? നീ നിൻ്റെ കയ്യിലിരിപ്പ് പ്രവർത്തിപ്പിച്ചു, ഞാൻ എൻ്റെ കയ്യിലിരിപ്പ് അനുസരിച്ച് ജീവിക്കണം, എന്താ പ്രശ്നം? ചിന്തിക്കുക.